الحمد لله الحمد لله رب العالمين. الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الإخوان، أوصيكم ونفسي أولا بتقوى الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والله جعل لكم مما خلق ظلالا وجعل لكم من الجبال أكنانا وجعل لكم سرابيل تقيكم الحر وسرابيل تقيكم بأسكم كذلك يتم نعمته عليكم لعلكم تسلمون. صدق الله العظيم. പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, കരുണാവാരിധിയായ റബ്ബ് സുബ്ഹാനഹു തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ആജ്ഞകളും കൽപ്പനകളും കഴിവിൻ്റെ പരമാവധി മനസ്സിലാക്കി പാലിച്ച് ജീവിതത്തിലുടനീളം അള്ളാഹുവിൻ്റെ വഴിയിൽ തന്നെ ജീവിച്ച് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന്, വിശ്വാസികളുടെ കൂട്ടത്തിൽ നിന്ന് ആർ നരകത്തിലേക്ക് പ്രവേശിക്കുന്നുവോ അവൻ നിർഭാഗ്യവാനായി. സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ വിജയിയായി. അല്ലാഹു സുബ്ഹാനഹു തആല വിജയികളുടെ കൂട്ടത്തിൽ, സ്വർഗപ്രവേശനം നേടിയെടുക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഇവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായ വീഴ്ചകൾ, തെറ്റുകൾ, കുറവുകൾ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ളവരാണ്. ദുർബലരാണ്, നിസ്സഹായരാണ്. അല്ലാഹു സുബ്ഹാനഹു തആല സംഭവിച്ചു പോയ വീഴ്ചകൾ, തെറ്റുകൾ, അബദ്ധങ്ങൾ, കുറവുകൾ, ന്യൂനതകൾ നമുക്കെല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പ്രതിഫലവും തൃപ്തിയും ആഗ്രഹിച്ച് ജീവിതത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള അമലുകൾ അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കുകയും അതിനൊക്കെ ധാരാളം പ്രതിഫലം നൽകി നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിലവിലെ അവസ്ഥ എന്ന് പറയുന്നത് സാധാരണയിൽ കവിഞ്ഞ് ഏതോ സ്വഭാവത്തിലുള്ള ചൂട് അന്തരീക്ഷത്തിൽ നമുക്ക് മുകളിൽ ഇങ്ങനെ നമ്മെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. അസാധാരണമാം വിധം ചൂടാണ്. അതിന്റെ പ്രയാസം നമ്മുടെയൊക്കെ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് വന്ന് ചേരുന്നുണ്ട്. ചൂടും തണുപ്പും
പ്രകൃതിയുടെ മാറ്റങ്ങളും ഒക്കെ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം തന്നെ ഇരുത്തി നമ്മളെ ചിന്തിപ്പിക്കേണ്ടുന്ന കാര്യങ്ങളും കൂടിയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും ഇതുപോലെയുള്ളതൊക്കെ റസൂല് അനുഭവിച്ചിട്ടുണ്ടാകാം എന്നല്ല, റസൂൽ അനുഭവിച്ചിട്ടുണ്ട്. നല്ല അതികഠിനമായ ഉഷ്ണമുള്ള അവസ്ഥയിൽ റസൂൽ ജീവിച്ചിട്ടുണ്ട്. അതിശൈത്യം വന്ന സമയങ്ങളിൽ അത്തരം ശൈത്യത്തെ നേരിടാനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി റസൂൽ ജീവിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അതൊക്കെ പരിശോധിച്ചു നോക്കിയാൽ, പഠിച്ചു നോക്കിയാൽ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് സഹിക്കാൻ പറ്റാവുന്നതിനപ്പുറമുള്ള ചൂട് സാധാരണഗതിയിൽ നമ്മളെക്കുറിച്ച്, പ്രത്യേകിച്ച് നമ്മുടെ നാടിനെ കുറിച്ച്, കേരളത്തെ കുറിച്ച് പറയുന്ന ഒരു കാര്യം, ഒരൊറ്റ മുണ്ടുണ്ടെങ്കിൽ ചൂട് കൂടുന്ന സമയത്ത് ആ മുണ്ടോണ്ടൊന്ന് വീശിയാൽ കുറയുന്ന ചൂടേ നമുക്കുള്ളൂ. ഇനി തണുപ്പാണെങ്കിൽ തന്നെ ആ മുണ്ടോണ്ടൊന്ന് പുതച്ചാൽ തീരുന്ന തണുപ്പേ നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ ഒരു കാലാവസ്ഥയുടെ മാറ്റം എന്ന് പറയുന്നത് പല സ്വഭാവത്തിലുണ്ട്. അപ്പൊ കാലാവസ്ഥയുടെ മാറ്റവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുക എന്നതല്ല, ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് റിസാലത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകനായിട്ട് കാണുന്ന ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് റസൂലുള്ളാഹി എങ്ങനെയാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ശ്രദ്ധിച്ചിരുന്നത്, സൂക്ഷിച്ചിരുന്നത്, അനുയായികളോട് നിർദ്ദേശമായിട്ട് പറഞ്ഞിരുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ ഓർക്കുന്നത് നല്ലതാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ ഉണർത്തുന്നു, വല്ലാഹു ജഅല ലക്കും മിമ്മാ ഖലഖ ളിലാല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച നിരവധി വസ്തുക്കൾ, അങ്ങനെ നിരവധി വസ്തുക്കളാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക്, നിങ്ങൾക്ക് തണലുണ്ടാക്കി തന്നു. വജഅല ലക്കും മിനൽ ജിബാലി അക്നാന. ഇങ്ങനെ തണലുണ്ടാക്കി നിങ്ങൾക്ക് അങ്ങനെ ഒരു തണുപ്പ് അനുഭവിപ്പിച്ചു തന്നു എന്ന് മാത്രമല്ല, വജഅല ലക്കും മിനൽ ജിബാലി അക്നാന. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പർവ്വതങ്ങളിൽ നിങ്ങൾക്ക് അഭയസ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട്. വലിയ ചൂടിൽ നിന്നൊക്കെ ആശ്വാസം പകരുന്ന വിധത്തിൽ, നിങ്ങൾക്ക് അഭയം നൽകുന്ന വിധത്തിൽ ഗുഹകള്, ഇതുപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുണ്ട്. വജഅല ലക്കും സറാബീല തഖീകുകുമുൽ ഹർ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ചൂടിൽ നിന്ന് കാത്തു രക്ഷിക്കുന്ന വിധത്തിൽ വസ്ത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല സ്വഭാവത്തിലുള്ള രീതി ഉണ്ടായിരുന്നു. ചൂടുകാലത്ത് ധരിക്കാൻ പ്രത്യേക വസ്ത്രം, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ റസൂൽ ധരിക്കാൻ പ്രത്യേക വസ്ത്രം, അത് വെള്ളിയാഴ്ചകൾ റസൂൽ ധരിക്കും. തണുപ്പ് കാലങ്ങളിൽ ധരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക വസ്ത്രങ്ങൾ, ചൂടുകാലങ്ങളിൽ വലിയ കമ്പിളി വസ്ത്രങ്ങൾക്കൊക്കെ പകരം പരുത്തിയുടെ വസ്ത്രങ്ങൾ ധരിക്കുന്ന വിധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾക്ക് നിർദ്ദേശിച്ചു. റസൂൽ തന്നെ ധരിച്ചു. ഇങ്ങനെ വജഅല ലക്കും സറാബീല തഖീകുമുൽ ഹർറ വസറാബീല തഖീകും ബഅസകും. ഇതുപോലെ തന്നെ യുദ്ധ സന്ദർഭങ്ങളിൽ സംരക്ഷണമേകുന്ന വലിയ കവചങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുണ്ട്. കദാലിക യുതിമ്മു നിഅമതഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെ തന്റെ അനുഗ്രഹം നിങ്ങൾക്ക് പടച്ചറപ്പ് പൂർത്തീകരിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ ചൂട്, തണുപ്പ്, വസ്ത്രങ്ങൾ, അതിനെ സംരക്ഷിക്കാനും അഭയം നൽകുവാനുമുള്ള സംവിധാനങ്ങൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾക്ക് ഒരു അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു അനുഗ്രഹം എന്ന നിലക്ക് അതിനെ നിങ്ങൾ മനസ്സിലാക്കുകയും ആ സ്വഭാവത്തിൽ തന്നെ അതിനെ നിങ്ങൾ അനുഭവിക്കുകയും ചെയ്യുക എന്ന് മാത്രമല്ല, ലഅല്ലക്കും തുസ്ലിമൂൻ. അതിലൂടെയൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ അനുസരണ ഉള്ളവരാകുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ, ഇത് റബ്ബ് നിങ്ങൾക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് എന്ന് മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് റബ്ബിനോട് കൂടുതൽ അനുസരണം പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന വിധത്തിലാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ ഉണർത്തുന്നുണ്ട്. ചൂട് കൂടുന്ന സമയത്ത് നമുക്കറിയാം ശരീരത്തിൽ ജലാംശം കുറയും, ഹ്യൂമിഡിറ്റിയുടെ വ്യത്യാസം നമുക്ക് അനുഭവപ്പെടും, ക്ഷീണമുണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും. മനുഷ്യന്റെ പകൽ എന്ന് പറയുന്നത് മനുഷ്യന് വലിയ പ്രയാസങ്ങൾ സൃഷ്ടിക്കും. നമുക്കറിയാം ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശം, പ്രത്യേകിച്ച് നമസ്കാരം എന്ന് പറയുന്നത് വലിയ പ്രധാനപ്പെട്ട വിഭാഗത്താണ്. അത് നിങ്ങൾ
ജീവിതത്തിൽ എവിടെയായിരുന്നാലും, ഏത് സന്ദർഭത്തിലായാലും, ഏത് സാഹചര്യങ്ങളിലായാലും, ലോകത്ത് എവിടെയായാലും നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഫർളാണ്, നിർബന്ധമായ ബാധ്യതയാണ്. അതേസമയം അതില് ചിലപ്പോൾ ചില ഇളവുകളും നിങ്ങളുടെ ജീവിതത്തിന് ചില സൗകര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. അബ്രിദു ബിസ്സലാത്തി ഇദാ ഇഷ്തദ്ദൽ ഹർ. നിങ്ങളെ ചൂട് കഠിനമായ സമയങ്ങളിൽ ഉണ്ടല്ലോ, ആ സമയങ്ങളിൽ നിങ്ങൾ നമസ്കാരം തണുപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു നിർദ്ദേശമാണ്. അപ്പൊ എങ്ങനെ നമസ്കാരം തണുപ്പിക്കുക? റസൂലുള്ളാഹി പറഞ്ഞു, ളുഹറിന്റെ സമയങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ചൂട് കുറയുന്ന വിധത്തിലേക്ക് അല്പം ഒന്ന് നീട്ടിവെക്കണമെങ്കിൽ നമസ്കാരം നിങ്ങൾക്ക് അങ്ങനെ നീട്ടിവെക്കാം. എന്ന് മാത്രമല്ല, പ്രയാസപ്പെടുത്തരുത്. വന്നു കയറുന്ന ജമാഅത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആളുകളെ പ്രയാസപ്പെടുത്തരുത്. അതിൽ വാർദ്ധക്യ സഹജമായ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടാവും. അവർ അള്ളാഹുവിനോടുള്ള തൃപ്തിയും പ്രതിഫലവും അനുസരണവും ഒക്കെ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമസ്കാരത്തിൽ വരും. അപ്പൊ അവരെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ ദീർഘനേരം നിന്നിട്ട് നിങ്ങൾ നമസ്കാരം അനുഷ്ഠിക്കരുത്. ഇമാമിനുള്ള നിർദ്ദേശം, ചൂടാകുമ്പോൾ വളരെ പെട്ടെന്ന് നമസ്കാരം നിങ്ങൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം. ബുദ്ധിമുട്ടിക്കരുത്, ആളുകളെ ബുദ്ധിമുട്ടിക്കരുത്. മാത്രമല്ല, ആ നമസ്കാരത്തെ നമസ്കാരത്തെ തണുപ്പിക്കണം. ആളുകൾക്ക് നമസ്കാരം നിർവഹിച്ചു കഴിയുമ്പോൾ ഭയങ്കര പ്രയാസമുണ്ടാകുന്ന വിധത്തിൽ നിങ്ങൾ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ആ നമസ്കാരത്തെ നിങ്ങൾ തണുപ്പിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം, ആരോഗ്യത്തെ നിങ്ങൾ നന്നായിട്ട് സംരക്ഷിക്കണം. സബ്ബുൽ മാ അലൽ ബാരിദി അല റഅസ്. നിങ്ങൾ ആവശ്യാനുസരണം നിങ്ങൾ ആരോഗ്യത്തെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ആവശ്യാനുസരണം ശരീരത്തിലേക്ക് നിങ്ങൾ വെള്ളം ഒഴിക്കണം. സബ്ബുൽ മാ അലൽ ബാരിദി, തണുപ്പിക്കണം. നമുക്കറിയാലോ, ചിലപ്പം ഈ ജലാംശം കുറയുന്നത് പല സ്വഭാവത്തിലും പല ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. വേണ്ട വിധത്തിൽ വിശ്രമിക്കണം. ഒരിക്കൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം, ഖുതുബയിലും മറ്റുമൊക്കെ സഹാബികളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പം, ഒരു മനുഷ്യൻ, ഒരു സഹാബി അദ്ദേഹം എഴുന്നേറ്റ് ഇപ്പൊ നിന്നപ്പം റസൂൽ ചോദിച്ചു മറ്റാളുകളോട്, ഇദ്ദേഹം എന്നാണ് ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ പറഞ്ഞു, ഫഖാലു, അവിടുന്ന് വന്ന ആളുകൾ പറഞ്ഞു, നദറ യഖൂമ വലാ യഖഅദ്. അദ്ദേഹം നേർച്ച ചെയ്തിട്ടുണ്ട്. നേർച്ച ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നേർച്ച അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ എന്താ നേർച്ച എന്ന് ചോദിച്ചപ്പം അദ്ദേഹം ഇനി ഇരിക്കുകയില്ല എന്ന് നേർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ നിൽക്കും. അതിന്റെ ഭാഗമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത്. മാത്രമല്ല, അദ്ദേഹം വലാ യസ്തമില്ല, തണലൊരിക്കലും നിൽക്കൂല, ഇങ്ങനെ വെയിലത്ത് ഇങ്ങനെ നിൽക്കും എന്നതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു നേർച്ച. സംസാരിക്കില്ല, ആളുകളോടൊന്നും സംസാരിക്കുകയില്ല. അതുപോലെ ഇങ്ങനെ അദ്ദേഹം നേർച്ച ചെയ്തിരിക്കുകയാണ്. സംസാരിക്കാതെ, തണലിൽ നിൽക്കാതെ, സ്വന്തം തന്നെ ശരീരത്തെ പ്രയാസപ്പെടുത്തുന്ന വിധത്തിൽ അങ്ങനെ നിൽക്കാൻ തീരുമാനിച്ചിരിക്കൂല. അതുപോലെ തന്നെ വലിയ പ്രയാസത്തോടു കൂടി ചൂടിങ്ങനെ സ്വന്തം ശരീരത്തിൽ ഏൽപ്പിക്കുന്ന വിധത്തിൽ തണലിലേക്ക് മാറി നിൽക്കൂല. മാത്രമല്ല, ആളുകളോട് സംസാരിക്കുകയുമില്ല എന്ന് നേർച്ച ചെയ്തിരിക്കുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ സമയത്ത് നിങ്ങൾ അദ്ദേഹത്തോട് പറയാ, അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടി പറയാ, അദ്ദേഹത്തോട് തണലിലേക്ക് മാറിയിരിക്കാൻ വേണ്ടി പറയാ, അദ്ദേഹത്തോട് ഇരിക്കാൻ വേണ്ടിയിട്ട് പറയാ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ ശബ്ദമുണ്ടല്ലോ, ഒരു തരത്തിൽ നോമ്പെടുക്കുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് അനുവദനീയമായ കാര്യങ്ങൾ പോലും വെറുതെ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യം നേർച്ച എന്ന സ്വഭാവത്തിൽ നടത്തി സ്വയം തന്നെ ശരീരത്തെ തളർത്തുന്ന വിധത്തിലുള്ള നിലപാടെടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് പറയരുത്, തിരിച്ചു പറയണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സ്വഹാബികളെ ഉണർത്തുന്നത് റസൂലിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. വിശ്രമം ആവശ്യമുള്ള സ്വഭാവത്തിൽ വിശ്രമിക്കേണ്ടതുണ്ട്. പകലിൽ പല നിർദ്ദേശങ്ങളും വരുന്നുണ്ട്. നമുക്കറിയാം, 11 മണി മുതൽ 2 മണി വരെ, 3 മണി വരെയുള്ള സമയം പുറത്തിറങ്ങരുത്. ഇതിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ തെറ്റായ സ്വഭാവത്തിൽ നമ്മുടെ തന്നെ ശരീരത്തെ തളർത്തുന്ന വിധത്തിൽ ഒരിക്കലും നമ്മൾ ചെയ്യാൻ പാടില്ല. ശരീരത്തെ ഹാനികരമായി ബാധിക്കുന്ന വിധത്തിൽ നമുക്കറിയാം, ആവശ്യത്തിന് വെള്ളം, ദാഹിച്ചിട്ടില്ലെങ്കിലും വെള്ളം കുടിക്കണം. ദാഹിച്ചിട്ടില്ലെങ്കിൽ നന്നായിട്ട് വെള്ളം കുടിക്കണം. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആളുകളെ ഇത്തരം സന്ദർഭങ്ങളിൽ ഉണർത്തുന്നതായിട്ടും ജീവിതത്തിന്റെ ഭാഗമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളായിട്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായിട്ട് നമുക്ക് ഇങ്ങനെ കേൾക്കാൻ കഴിയും. മാത്രമല്ല, ഇതിനെ നിങ്ങൾ ഭയങ്കര ചൂടാണ്, ഇപ്പൊ നമ്മൾ സാധാരണഗതിയിൽ ഉണ്ടല്ലോ, ചൂടുകൊണ്ട് പറ്റുന്നില്ല, എന്താണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിലപ്പം
ഇങ്ങനെ ഒരു തലത്തിൽ ഏതോ തരത്തിൽ ചിലപ്പോൾ ഇങ്ങനെ ശപിക്കുന്ന വിധത്തിൽ ഇങ്ങനെ പറയും. ഇനിയിപ്പോ ചൂട് മാറിയിട്ട് മഴ തുടങ്ങിയാൽ എന്തൊരു മഴയാണ് ഇത്, ഇങ്ങനെ എന്തൊരു മഴയാണെന്നുള്ള സ്വഭാവത്തിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ പറയും. എന്തൊരു മഴയാണ്, ഇങ്ങനെ മഴ. ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഉണ്ടാവേണ്ടത്. വിശ്വാസികൾ ഏത് സ്വഭാവത്തിലാണെന്ന് ചോദിച്ചാൽ ഇത്തരം സന്ദർഭങ്ങളിലും വിശ്വാസികൾ കാരുണ്യത്തോടു കൂടിയിട്ട് ആളുകളോട് പെരുമാറും എന്നുള്ളതാണ്. കാരുണ്യത്തോടു കൂടിയിട്ട് ആളുകൾ പെരുമാറും. കാരുണ്യം വർദ്ധിപ്പിക്കും. സാധാരണഗതിയുള്ളതിനേക്കാൾ കൂടുതൽ കാരുണ്യം വർദ്ധിപ്പിക്കും. എന്നാലാണ് അള്ളാഹുവിന്റെ ഒരു കാരുണ്യം ഉണ്ടാവുക. അപ്പൊ മനുഷ്യരോടും തന്നെയുള്ള കാരുണ്യത്തിൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ, കാരണം വെച്ചാൽ എല്ലാവരും പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എല്ലാവരും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, എല്ലാവർക്കും ക്ഷീണവും പ്രയാസങ്ങളും ഉണ്ട്. അപ്പൊ ആളുകൾ നമ്മളിൽ നിന്ന് കാരുണ്യം തേടുന്നുണ്ടെങ്കിൽ ആ കാരുണ്യം നമ്മൾ അവർക്ക് ചൊരിഞ്ഞു കൊടുക്കും. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഏത് മനുഷ്യനും പച്ചക്കാരുള്ള ഏത് മനുഷ്യരോടും നമുക്ക് കാരുണ്യത്തോടു കൂടിയിട്ട് ജന്തുജാലങ്ങളോടും കാരുണ്യത്തോടു കൂടി വർദ്ധിക്കാൻ പറ്റണം, പെരുമാറാൻ നമുക്ക് പറ്റണം. പട്ടിക്ക് വെള്ളം കൊടുത്തതിന്റെ പേരിൽ സ്വർഗത്തിൽ പോയ ഒരു കഥ നമുക്കറിയാം. വളർത്തുന്ന പൂച്ചയെ ഭക്ഷണം കൊടുക്കാത്ത വീട്ടിൽ തളച്ചിട്ടതിന്റെ പേരിൽ നരകത്തിൽ പോയ കഥയും നമുക്കറിയാം. മാത്രമല്ല നമ്മുടെ ഇടയിൽ കഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അഫ്ളലു സ്വദഖത്തി സുഖയിൽ മാഇ. ഏറ്റവും നല്ല സ്വതക്ക ഏതാന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, ഏറ്റവും നല്ല സ്വതക്ക ഏതാണ്? അപ്പൊ പറഞ്ഞു, വെള്ളം കുടിപ്പിക്കുന്ന വലിയൊരു സ്വതക്കയാണ്. വെള്ളം കുടിപ്പിക്കുന്ന വലിയ സ്വതക്കയാണ്. ഇപ്പൊ വെള്ളം കുടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കഅബാലയത്തിലും ഹജ്ജിന്റെ സമയങ്ങളിലൊക്കെ കാലങ്ങളായിട്ട് വെള്ളം കുടിപ്പിക്കാം, വരുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകമായ ഡിപ്പാർട്ട്മെന്റുകൾ കഅബാലയത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പൊ ചോദിക്കുന്ന ആളുകൾക്ക് വെള്ളം കൊടുക്കുക, വെള്ളം കുടിപ്പിക്കുക. അലിച്ചു നോക്കി, ഏറ്റവും ആവശ്യം ഇപ്പൊ എന്റെ പറമ്പിൽ എന്റെ അയൽവാസിന്റെ കുടുംബത്തിൽ വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നുണ്ട്. എന്റെ കിണറ്റിൽ നല്ല വെള്ളമുണ്ട്, സുലഭമായ വെള്ളമുണ്ട്. അപ്പൊ എന്റെ വെള്ളം ഞാൻ അവർക്ക് കൂടി കൊടുക്കും. പ്രയാസപ്പെടുന്ന ആളുകളുണ്ടോ? ആരൊക്കെ വിഷമിക്കുന്നവരുണ്ടോ? നമ്മളെ കുടുംബത്തിലും കുട്ടികളും അത് ശീലാക്കും. കുടുംബത്തിലും കുട്ടികൾ ശീലാക്കും. വെള്ളത്തിന്, കുടിവെള്ളത്തിന് പ്രയാസപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ വെള്ളം ഉണ്ടോ? മാത്രമല്ല നമ്മൾ തന്നെ ഈ സമയത്ത് വെള്ളം എന്ന് പറയുന്നത് അനിവാര്യമായിട്ട് ഉണ്ടാവേണ്ട സാധനമാണല്ലോ, പ്രത്യേകിച്ച് കുടിവെള്ളം എന്ന് പറയുന്നത്. അപ്പൊ അത് ദൂരത്തായി പോകുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമുക്കറിയാം, റസൂൽ നടുക്കലത്തിൽ കുത്തിയൊലിക്കുന്ന ഈ വെള്ളത്തിന്റെ നടുക്കടലിൽ നിന്ന്, പുഴയിൽ നിന്നാണ് ഒന്നെടുക്കുന്നതെങ്കിൽ പോലും നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം ആ ഒന്നുവിന് വേണ്ടിയിട്ട് ഉപയോഗിക്കണം. അപ്പൊ ഇതിലും ഉണ്ട ദൂരത്ത് അതെ എന്ന് റസൂലിനെ പഠിപ്പിക്കാം. ഇപ്പൊ വെള്ളം ഉപയോഗിക്കുന്നിടത്ത് ശ്രദ്ധ, ജീവജാലങ്ങളോട് കാരുണ്യം ഉണ്ടാവുക. നമുക്കറിയാം, ചിലപ്പം ചില വീട്ടുകളിലൊക്കെ ആടുമാടുകൾ ഉണ്ടാവും, പൂച്ചകളെ വളർത്തുന്നവരുണ്ടാവും, കോഴികളെ വളർത്തുന്നവരുണ്ടാവും. നമ്മൾ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ്, നമ്മുടെ കാര്യം ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് ഈ അവസ്ഥയിൽ അവരും കൂടി ശ്രദ്ധിക്കുക. അവർക്ക് ആവശ്യമായ സ്വഭാവത്തിൽ കൂളുള്ള ഒരു അന്തരീക്ഷം ഒരുക്കി കൊടുക്കേണ്ടി വരും. നമ്മൾ തന്നെ നമ്മളെ തന്നെ വീട്ടിൽ ചേർത്തുണ്ടാവും. വാർദ്ധക്യ സഹജമായി പ്രയാസം അനുഭവപ്പെടുന്ന മാതാപിതാക്കൾ ഉണ്ടാവും. മാതാപിതാക്കൾ പ്രത്യേക പരിചരണം വേണ്ട സമയമാണ്. നമ്മൾ ചിലപ്പോൾ നമ്മുടെ കഴിവുകൊണ്ടും പ്രാപ്തി കൊണ്ടും ഉറക്കിട്ടാത്തോണ്ട് നമ്മുടെ ബെഡ്റൂമിൽ നമ്മൾ AC ഒക്കെ നല്ല ഫിറ്റ് ചെയ്തു, തൊട്ടപ്പുറത്തെ റൂമിൽ നമ്മുടെ പരിചരണത്തിൽ കഴിയുന്ന മാതാപിതാക്കൾ ഉണ്ടാവും. അവർക്ക് AC സംവിധാനങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാ ബാധ്യതയും ഉണ്ടാവും. മാതാപിതാക്കളുടെ പെരുമാറ്റത്തിൽ ബിർറുൽ വാലിദൈൻ, മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ മാത്രം ചെയ്താൽ പോരാ. നമുക്കറിയാം, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ വബിൽ വാലിദൈനി ഇഹ്സാന, ഇഹ്സാനോട് കൂടിയിട്ട് ചെയ്യണം. മാതാപിതാക്കളോട് നന്മ മാത്രം ചെയ്താൽ പോരാ, അധികരിച്ച് അവരെ സന്തോഷിപ്പിക്കുന്ന വിധത്തിൽ നന്മ ചെയ്യണം. അപ്പൊ നമ്മുടെ പരിചരണത്തിലെ മാതാപിതാക്കൾ നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയാൽ പോരാ, നമ്മളെ ഏസിൽ നമ്മുടെ തന്നെ അവസ്ഥകളൊക്കെ നോക്കിയിട്ട് നമ്മൾ ഉറങ്ങിയപ്പോ നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല ഉറക്കം കിട്ടുന്നുണ്ടോ? അവർക്ക് എന്താ തടസ്സം? എന്നാൽ അവർക്ക് AC വേണോ? അവർക്ക് സംവിധാനം വേണോ? അവർക്ക് കുറച്ചും കൂടി സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണോ? നമ്മുടെ കൂട്ടത്തിൽ തന്നെ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളോട് നമ്മളെ അവസ്ഥകൾ നമ്മളൊക്കെ സെറ്റാണ്. പക്ഷെ കുട്ടികളുണ്ടാവും, നമ്മുടെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കേണ്ടുന്ന ആദരവും കാരുണ്യവും ഉണ്ടാവും. ഈ സമയത്ത് അത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ കഴിഞ്ഞാൽ വെള്ളം കുടിപ്പിക്കുക എന്ന് പറയുന്നത്, ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കുക എന്ന് പറയുന്നത്, അള്ളാഹുവിലേക്ക് ധാരാളമായിട്ട് അടുക്കുക എന്ന് പറയുന്നത്, ഇത്തരം സന്ദർഭങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടുന്ന കാര്യമാണ്. നമുക്കറിയാം, ചൂടുള്ള ഒരു സമയത്താണ് ഈ തബൂക്ക് യുദ്ധം നടക്കുന്നത്. മദീനയിൽ നല്ല ചൂടുള്ള ഒരു അന്തരീക്ഷം. നമുക്കറിയാം, ഗൾഫ് രാജ്യങ്ങളിലെ ചൂട്, പ്രത്യേകിച്ച് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഗൾഫ് രാജ്യങ്ങൾ അനുഭവിക്കുന്ന ചൂട് എന്ന് പറയുന്നത് സഹിക്കാൻ കഴിയാവുന്നതിന് അപ്പുറം ചൂടാണ്. തബൂക്ക് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. തബൂക്കിന്റെ തണുപ്പ് കാലത്തും ചൂട് കാലത്തും അവിടെ ജീവിച്ച ആളുകൾക്ക് അറിയാം, ചൂടാണെങ്കിൽ നല്ല ചൂട്, തണുപ്പാണെങ്കിൽ കൊടിയ തണുപ്പ്, സഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമാണ്.
ഇങ്ങനെ ഒരു ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് തബൂക്ക് യുദ്ധത്തിന് പോകാൻ വേണ്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ആഹ്വാനം നടത്തുന്നത്. അപ്പം പല ആളുകളും പറഞ്ഞു ചൂടല്ലേ, ചൂട് മാറിയിട്ട് പോവാം. അപ്പൊ ചൂട് മാറിയതിൽ അന്തരീക്ഷം ഉണ്ട്. മാത്രമല്ല പല ആളുകളുടെയും ഈത്തപ്പഴം പഴുത്ത് കാലിക്കുന്നത്, അതാണല്ലോ മുഖ്യ ആളുകളുടെ വരുമാന സോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഞങ്ങളെ പറമ്പൊക്കെ ഇങ്ങനെ പഴുത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയം, അത് യഥാർത്ഥത്തിൽ ഈ സമയത്താണ്. അപ്പൊ ഞങ്ങൾക്ക് അതിൽ നിന്ന് കുറച്ച് പറിക്കാനുണ്ട്, അതുകൊണ്ടിട്ട് വിൽക്കേണ്ടതുണ്ട്. ഈ സമയത്താണ് നിങ്ങളെ കയ്യിൽ എന്താണുള്ളത്, അത് കുറഞ്ഞ വിഭവമായാലും കൂടിയ വിഭവമായാലും, നിങ്ങൾ കൂടിയവരായാലും കുറഞ്ഞവരായാലും നിങ്ങൾ ഇറങ്ങി പുറപ്പെടണം. ചൂടാണോ പ്രയാസാണോ എന്നുള്ളതല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു സന്ദർഭം സാഹചര്യം വന്നു കഴിഞ്ഞാല് അതിനെ അതിജീവിച്ചുകൊണ്ട്, പ്രയാസത്തെ അതിജീവിച്ചുകൊണ്ട് നിങ്ങൾ നന്മയിൽ ധാരാളമായിട്ട് ദാനധർമ്മങ്ങളിലും അള്ളാന്റെ മാർഗത്തിലെ പ്രവർത്തനങ്ങളിലും ധാരാളമായിട്ട് അതിവേഗത്തിൽ മുന്നോട്ട് പോകണം. സാഹചര്യം ഇതല്ലേ, സന്ദർഭം ഇതല്ലേ, നമുക്ക് അനുകൂലമല്ലല്ലോ അവസ്ഥകൾ, അന്തരീക്ഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നിൽക്കേണ്ട വേണ്ട. നിങ്ങൾക്ക് കുറഞ്ഞും കൂടുതലോ എന്നതൊന്നല്ല നോക്കേണ്ടത്. റസൂൽ നിങ്ങളെ ക്ഷണിച്ചു, നിങ്ങൾ ഓടണം, നിങ്ങൾ അതിവേഗം നിങ്ങൾ പോകണം അള്ളാഹുവിന്റെ മാർഗത്തിൽ. എന്നിട്ട് സമ്പത്ത് കൊണ്ടും നിങ്ങളുടെ ശരീരം കൊണ്ടും അള്ളാഹിന്റെ മാർഗത്തിൽ നിങ്ങൾ പ്രവർത്തിക്കണം. ദൈവമാർഗത്തിൽ നിങ്ങൾ പണിയെടുക്കണം. എന്നിട്ട് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും കിട്ടുന്ന സന്ദർഭങ്ങളിൽ നന്മയിൽ നിങ്ങൾ മുന്നോട്ട് പോകും, ധാരാളം സ്വതക്കകൾ ചെയ്യാം. ഇത്തരം സാഹചര്യങ്ങൾ അള്ളാഹുമായി കൊണ്ട് കുറച്ചും കൂടി നിങ്ങൾ അടുക്കുക. കാര്യങ്ങളും അവസ്ഥകളെയും ശപിക്കുകയോ ഇത് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണല്ലോ എന്ന് പറയുന്നതിന് പകരം ഏത് സന്ദർഭത്തെയും അതിജീവിക്കുവാനുള്ള കരുത്തുകൾ ഉണ്ടാക്കണം. ഇതിൽ ഖുർആൻ ഉണർത്തുകയാണ്, നിങ്ങൾ തിരിച്ചറിയണം, നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ, ഈ ചൂടിനേക്കാൾ വലിയ ചൂട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ചൂട് നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട്. അത് അനുഭവിക്കുന്നതിന്റെ മുമ്പ് ഇതൊക്കെ എന്ത് എന്ന സ്വഭാവത്തിൽ തന്നെ ധാരാളം നന്മകൾ ചെയ്തിട്ടും ദാനധർമ്മങ്ങൾ ഏർപ്പെട്ടിട്ടും ആ ദാനധർമ്മങ്ങളിൽ തന്നെ എന്തൊക്കെ നിങ്ങൾക്ക് വെള്ളം ദാനമായിട്ട് കൊടുക്കാൻ കഴിയോ, സമ്പത്ത് ദാനമായിട്ട് കൊടുക്കാൻ കഴിയോ, വേറെ എന്താണോ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുക, എന്തെല്ലാം നന്മകൾ എനിക്ക് വാരിക്കൂട്ടാൻ പറ്റുമോ അത് ആലോചിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ട് ഞാനിപ്പോ സഹിക്കുന്ന ചൂടുണ്ടല്ലോ 40-41 ഡിഗ്രിയിൽ ഞാനിപ്പോ എനിക്ക് നട്ടുച്ച നേരത്തെ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, പകല് നിൽക്കാൻ പറ്റുന്നില്ല, വീടിന്റെ ഉള്ളിൽ കഴിയാൻ പറ്റുന്നില്ല, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, എന്റെ ശരീരത്തിൽ ഇങ്ങനെ അതികഠിനമായി കൊണ്ടുള്ള ചൂട് അനുഭവിക്കുക. ഈ ചൂട് അനുഭവിക്കുന്നതിനേക്കാൾ വലിയൊരു ചൂട് നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട്. അപ്പൊ ഈ ചൂടിനെ അതിജീവിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളത്? ശരീരം നമ്മൾ ശ്രദ്ധിക്കണം, ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം, വേണ്ട വിധത്തിൽ വിശ്രമം നമ്മൾ ഉണ്ടാവണം, ആളുകളോട് മുഴുവൻ കാരുണ്യത്തോടു കൂടിയിട്ട് വർഷിക്കണം, പ്രയാസപ്പെടുന്ന ആളുകളെ മുഴുവൻ നമ്മൾ ഏറ്റെടുക്കണം, അവരുടെ കൂടെ നിൽക്കണം, അവർക്ക് വേണ്ട സ്വഭാവത്തിലുള്ള നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം. ഇതുപോലെ തന്നെ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന തീരുമാനങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പാടില്ല. നേരത്തെ റസൂൽ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഇനി ചൂടത്ത് തന്നെ നിൽക്കും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം ശരീരത്തെ കഷ്ടപ്പെടുത്തുന്ന വിധത്തിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന എന്ന സ്വഭാവത്തിലുള്ളതൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പാടില്ല. സാധ്യമാകുന്ന വിധത്തിൽ കൈലൂലകൾ, ഉച്ച ഉറക്കങ്ങൾ, അല്ലെങ്കിൽ ഉച്ചനേരെന്നുള്ള അല്പനേരത്തെ വിശ്രമങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേണം. ഇല്ലെങ്കിൽ മനുഷ്യൻ തളർന്നു പോകും, ക്ഷീണിച്ചു പോകും. ഇത് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ശരീരത്തിന് ജലാംശം കുറയുന്നത് ശ്രദ്ധിക്കണം, ക്ഷീണം വരുന്നത് ശ്രദ്ധിക്കണം. ഊർജ്ജസ്വലനായ വിശ്വാസിയാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് നല്ല ശ്രദ്ധ വേണം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? യഥാർത്ഥത്തിൽ ഇതിനേക്കാൾ വലിയ ചൂട് നിങ്ങൾക്ക് അനുഭവിക്കാനുണ്ട്. ആ ചൂട് വരുന്നതിന് മുമ്പ് അത് ഇതിനേക്കാൾ വലിയ ചൂട്, കല്ലും മനുഷ്യരും ഇന്ധനമായി തീരുന്ന ആ നരകാഗ്നിയുടെ ചൂടുണ്ടല്ലോ, ആ ചൂട് അനുഭവിക്കുന്നതിന്റെ മുമ്പ് ദാനധർമ്മങ്ങളിലൂടെയും സ്വതക്കകളിലൂടെയും ഒക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ നിലവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥകളെ മറികടക്കാനുള്ള ഈമാനും മറികടക്കാനുള്ള ഇച്ഛാശക്തിയുമാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ഉണ്ടാവേണ്ടത് എന്നതാണ് യഥാർത്ഥത്തിൽ ഈ സന്ദർഭത്തെ മുമ്പിൽ വെച്ചുകൊണ്ട് നാം നമ്മളോട് നടത്തേണ്ടുന്ന ഒരു ബോധം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം അന്തരീക്ഷം ആ സ്വഭാവത്തിൽ തന്നെ വലിയ നമുക്ക് സുഖകരമായ സ്വഭാവത്തിലല്ല ഉള്ളത്. ഇവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ ആളുകൾക്ക് വിശാലത കൊടുക്കുക, ആളുകൾക്ക് എളുപ്പം കൊടുക്കുക. നമ്മൾ മാത്രം അനുഭവിച്ചാൽ പോരാ, പ്രയാസപ്പെടുന്ന ആളുകളെ കണ്ടറിയുക. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെയും നമുക്ക് ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട നമസ്കാരത്തിന്റെ വിഷയത്തിൽ തന്നെ റസൂൽ നൽകിയിട്ടുള്ള നിർദ്ദേശമാണ്. ചൂടുകാലത്ത് നിങ്ങൾ അധികം ഓതിയിട്ട് പ്രയാസപ്പെടുത്തരുത്, ദീർഘനേരം നിങ്ങൾ പ്രയാസപ്പെടും. ളുഹറിന്റെ സമയത്ത് എത്താൻ പ്രയാസമുണ്ടെങ്കിൽ അല്പം ചൂടിന് ആശ്വാസം കിട്ടുന്ന സമയത്തേക്ക് ളുഹറിന്റെ സമയത്ത് നിങ്ങൾക്ക് ഒന്ന് അങ്ങോട്ട് മാറ്റാം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
നിർദ്ദേശിക്കുന്നത് നമുക്ക് കരുത്തിൽ കാണാൻ പറ്റുന്നത്. ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും, മനുഷ്യര് അനുഭവിക്കുന്ന പ്രയാസത്തെ അതിജീവിക്കുവാനുള്ള ഒരു നിർദ്ദേശവും ഒരു പഠിപ്പിക്കലും കൂടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭാഗത്ത് നിന്ന് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ അർത്ഥത്തിൽ തന്നെ അതിജീവിക്കുവാനും അതുപോലെ തന്നെ നിലവിലെ അവസ്ഥകളൊക്കെ മറികടക്കുവാനുമുള്ള ഈമാനികമായ ശക്തി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. എന്ത് ചൂടാണ് എന്ന് പറഞ്ഞിട്ട് ഇതെന്ത് മഴയാണ്, ഒരാഴ്ച തുടർച്ചയായിട്ട് മഴ ചെയ്താൽ നമ്മുടെയൊക്കെ സ്വഭാവം മാറും. അതിനേക്കാൾ അപ്പുറം അല്ല എനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് ഇതൊക്കെ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അനുഗ്രഹങ്ങൾക്ക് ധാരാളമായിട്ട് നന്ദി പറയുന്ന ഒരു വിശ്വാസിയുടെ ഗുണം നമ്മുടെ ജീവിതത്തിൽ പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വലിയ പ്രയാസങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, ശാരീരിക അവശതകളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. പടച്ച റബ്ബ് അവനെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ കൂട്ടത്തിൽ, അടിമയുടെ കൂട്ടത്തിൽ, വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരി അജ്മഈൻ. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഒരിക്കൽ കൂടി പടച്ചറപ്പിനെ ഓർത്ത് മുത്തഖികളായി മുഅ്മിനുകളായി ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ വളരെ ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, മനുഷ്യർ എന്ന് പറയുന്ന നമ്മൾ ഓരോരുത്തരും പല സന്ദർഭങ്ങളിലും ദുർബലരാണ്, നിസ്സഹായരാണ് എന്നുള്ളത്. ഏകാലത്തും പുതിയ ഡിജിറ്റൽ യുഗത്തിലും ആധുനിക ടെക്നോളജി സംവിധാനത്തിലുമൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കെ തന്നെ ചില ദുർബല നിമിഷത്തിൽ നമ്മൾ തന്നെ നമ്മളോട് നമ്മുടെ മുമ്പിൽ പരാജയപ്പെട്ടു പോകും. നമുക്കറിയില്ല, നമ്മുടെ കണക്കുകൂട്ടലുകളും നമ്മുടെ ആലോചനകൾ പോലെയല്ല കാര്യങ്ങൾ നടക്കുക. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് നമുക്കറിയാം, നമ്മുടെ തന്നെ ജില്ലയിലെ, നമ്മുടെ തന്നെ അടുത്ത പ്രദേശമായ പാങ്ങിലെ ഒരു പറ്റം അധ്യാപകർ, പ്രിയപ്പെട്ടവർ, അവര് ഒരു അപകടത്തിൽ അള്ളാഹുവിലേക്ക് യാത്രയായത്. ഇന്നലെ 9 പേര്, ഇന്നലത്തെ ബസ് സ്കൂളിലെ ഡ്രൈവർ അടക്കം 10 പേർ, നൗഷാദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനും അള്ളാഹുവിലേക്ക് യാത്രയായി. ആ ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. ഓരോ ദുരന്തം സംഭവിക്കുമ്പോഴും ചിലത് നമ്മളോടും ചില കാര്യങ്ങൾ പറയും. ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ എന്നുള്ളത്. ആ മരണപ്പെട്ട 10 അംഗങ്ങളിലെ 9 വീടുകളിലും നമ്മൾ പോയിരുന്നു. ഞങ്ങൾ ഒരു ടീമായിട്ട് സന്ദർശിച്ചിരുന്നു, അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിരുന്നു. പ്രാർത്ഥന വേണം, നമ്മുടെ ഭാഗത്തു നിന്നും അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന അതാണ്. ഒരു നാടിന്റെ ദുഃഖമാണ്, ഒരു കുടുംബത്തിന്റെ ദുഃഖമാണ്. ചിലർക്ക് ഭർത്താവും അതുപോലെ തന്നെ കുട്ടീനെയും ഒറ്റക്കാക്കിയിട്ടാണ് അള്ളാഹുലേക്ക് യാത്ര ചെയ്ത്. ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇത് നമുക്കൊക്കെ ഉള്ളൊരു മുന്നറിയിപ്പ് തന്നെയാണ്. എന്താ സംഭവിക്കുക എന്നറിയില്ല, നാളെന്താ സംഭവിക്കുക എന്നറിയില്ല. ഒറ്റവരും ഉടയവരും ഒരുമിച്ച് കടന്നുറങ്ങിയവര് പിറ്റേന്ന് ഉണ്ടാവോ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്കറിയില്ല. ഇത്തരം ദുരന്തങ്ങളിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ വലിയ പാഠങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ എത്ര തന്നെ പൊന്തിയാലും, എത്ര